നമസ്കാരം. മണ്ഡലത്തിലെ വികസനം ഒപ്പം വകുപ്പിലെ വികസനം അത് പറയാൻ മന്ത്രിമാർ നമുക്കൊപ്പമുണ്ട്. ഇന്നെനിക്കൊപ്പമുള്ളത് മന്ത്രി ശ്രീ എം.പി. രാജേഷാണ്. കിഫ്ബി വഴി നടപ്പാക്കിയ വികസനം ഇതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. സ്വാഗതം. ഈ കേരള മാതൃക എന്ന് നമ്മൾ ദീർഘകാലമായിട്ട് കേൾക്കുന്നുണ്ട്. അമർത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം കേരള മാതൃകയെക്കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ആ കേരള മാതൃക ഇപ്പോൾ വികസിച്ചു വന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ടാകുന്നത്. അത്തരമൊരു കേരളത്തിൻ്റെ നവീന മാതൃകയാണ്, അല്ലെങ്കിൽ തനതു മാതൃകയാണ് കിഫ്ബി. അത് കേരളത്തിൻ്റെ ഒരു ഇന്നൊവേഷനാണ്. എപ്പോഴാണ് നമ്മൾ കിഫ്ബിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഈ 10 വർഷത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. 99 തന്നെ കിഫ്ബി രൂപീകരിച്ചെങ്കിലും അതിന് ഇടയാക്കിയ സാഹചര്യം ഈ ബജറ്റിനകത്ത് നിന്നുകൊണ്ട് വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച FRBM ആക്ട് പോലെ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്ററി മാനേജ്മെൻറ്റ് ആക്ട് പോലുള്ള നിയമനിർമ്മാണങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി ഒരു നിശ്ചിത, ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% എന്നാണ്, അത് നിർത്തണം തുടങ്ങിയ വ്യവസ്ഥകളെല്ലാം വന്നപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, അതിനുവേണ്ടി നാം കണ്ടെത്തിയൊരു നൂതന മാതൃകയാണ് കിഫ്ബി. നേരത്തെ കിഫ്ബി ഉണ്ട്, പക്ഷെ അതിനെ ആ നിലയിൽ ഉപയോഗിക്കുക എന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരള വികസന മാതൃകയുടെ ഒരു പരിമിതി. നമുക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ പുരോഗതി കൈവരിച്ചപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പിന്നിലായിരുന്നതാണ്. അതില്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും അതുവഴി ഈ സാമൂഹിക നേട്ടങ്ങൾ നിലനിർത്താനും കഴിയില്ല. ഈ സാമൂഹിക നേട്ടങ്ങൾ നിലനിർത്തണമെങ്കിൽ തന്നെ സാമ്പത്തിക വളർച്ച ഉണ്ടാവണം. സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആവണം. അതിന് ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് സ്വകാര്യ നിക്ഷേപത്തെ മാത്രം ആശ്രയിക്കുക എന്ന് വന്നാൽ അതിന് ചില കാര്യങ്ങൾ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ടോൾ വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ കിഫ്ബിയുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കിഫ്ബി കേരളത്തിൽ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അതാണ് വിസ്മയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളം ഉണ്ടായ ശേഷം ഇതുവരെ ഇത്രയും വലിയ, ആകെ നോക്കിയാൽ ഇത്രയും വലിയ അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിഫ്ബി ഇല്ലെങ്കിൽ നമുക്ക് ദേശീയപാത ഇല്ല. 5580 കോടി നമുക്ക് വഹിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തിന് ദേശീയപാത വികസനത്തിൻ്റെ ചെലവ് വഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമ്മളെടുത്ത് കൊടുത്തത് എവിടുന്ന? കിഫ്ബിയിൽ നിന്നാണ്. കിഫ്ബി ഇല്ലെങ്കിൽ മലയോര ഹൈവേ ഇല്ല, കിഫ്ബി ഇല്ലെങ്കിൽ തീരദേശ ഹൈവേ ഇല്ല, കിഫ്ബി ഇല്ലെങ്കിൽ ജലപാത ഇല്ല, കിഫ്ബി ഇല്ലെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കാണുന്ന ഈ കണ്ണഞ്ചിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഇല്ല. ഇപ്പം എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 118 കോടിയുടെ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ളതാണ്. ഒരേ സമയം അത് ജലം സംഭരിക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുകയും കുറ്റിപ്പുറത്തേക്കുള്ള ദൂരം 5 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്യുന്നു. അത് എൻ്റെ പ്രത്യേകത, തറക്കല്ലിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ പണി പൂർത്തിയായി എന്നുള്ളതാണ്. കിഫ്ബിയുടെ വേറൊരു പ്രത്യേകത, 1 ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു, 2 വേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നു. നമ്മൾ ഇതുവരെ കേരളം കണ്ട് ശീലിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്ലിടും, നാട് മുഴുവൻ കല്ലിടും, ആ കല്ലായിട്ട് തന്നെ അവശേഷിക്കും. ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇട്ട കല്ല് വളരുന്നു എന്നതാണ്. അത് പാലമാവുന്നു, അത് റോഡാവുന്നു, അത് സ്കൂളാവുന്നു, അത് ആശുപത്രിയാവുന്നു, അത് സയൻസ് പാർക്കാവുന്നു, ഇങ്ങനെ. അപ്പോൾ കല്ലിന് വളർച്ച ഉണ്ടാവുന്നൊരു കാലമാണ്. അപ്പോൾ കല്ലിട്ടാൽ അവിടെ എന്തിനാണോ കല്ലിട്ടത് അത് യാഥാർത്ഥ്യമാവും എന്ന് ഉറപ്പുവരുത്തിയതിൽ കിഫ്ബിക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഈ പാലത്തിൻ്റെ പ്രത്യേകത, തറക്കല്ലിട്ടത് അന്ന് ഞാനാണ് 3 വർഷം മുമ്പ്. ഇപ്പോൾ അത് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് ഓൺലൈനിലാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് മന്ത്രിമാർക്ക് നേരിട്ട് ജലവിഭവ മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ ഒരേ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തറക്കല്ലിട്ട് അതേ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തിയാവുക എന്നത് ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ്, കേരളത്തിന് മുമ്പ് പരിചിതമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ കിഫ്ബിക്ക് ഒരു പങ്കുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ 1 ഡസനിലേറെ സ്കൂളുകൾക്കാണ് കിഫ്ബിയുടെ
സഹായം കിട്ടിയത്. 3,90,00,000 വീതം കിട്ടിയ 6 സ്കൂളുകളുണ്ട്. 1,30,00,000 വീതം കിട്ടിയ 3 സ്കൂളുകളുണ്ട്. ബാക്കി സ്കൂളുകൾക്കെല്ലാം 1 കോടി. ഇതൊന്നും നമുക്ക് ഈ കിഫ്ബി വരുന്നതിന് മുമ്പ് സങ്കല്പിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ MBA ആയിട്ടുണ്ടായിട്ടുണ്ട്. MBA ആകുമ്പോൾ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ PTA-ക്കാരും HM എല്ലാം വന്ന് കാര്യമായിട്ട് സ്കൂളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി നന്നായിട്ടൊക്കെ ഒന്ന് സൽക്കരിച്ച് ചായയും പലഹാരമൊക്കെ കഴിപ്പിച്ച് പിന്നെ സ്വാഗത പ്രസംഗത്തിനൊന്ന് പുകഴ്ത്തി ഒരു കവറെടുത്ത് തരും. 5 ലക്ഷം വേണം അല്ലെങ്കിൽ 10 ലക്ഷം വേണം. അതിനപ്പുറം ചിന്തിക്കാൻ സർക്കാർ സ്കൂളുകൾക്ക് കഴിയുമായിരുന്നില്ല. ആ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടുന്നത് മിനിമം 1 കോടിയാണ്. അത് 4 കോടി വരെ കിട്ടുന്നു. 5 കോടിയൊക്കെ കിട്ടിയ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ മാറ്റം ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ 22 സ്കൂളിന് ഫണ്ട് വന്നു. 19 സ്കൂൾ 3 ഇപ്പോഴാണ് വന്നത്. 19 സ്കൂളുകളുടെ തറക്കല്ലിട്ടു. 18 പൂർത്തിയായി, 19ാമത്തെ പൂർത്തിയാവാനിരിക്കുന്നു. അപ്പോൾ വേഗത കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കിഫ്ബി വഴി കേരളത്തിലുടനീളം നിരവധി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വൻതോതിൽ വർദ്ധിപ്പിക്കാനായി, പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രികളിലേക്ക്. അങ്ങനെയാണ് ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ ഹൃദയമാറ്റിവെക്കൽ വരെ ഉള്ള സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നതിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നാട്ടിൽ നിങ്ങൾ എത്ര പാലങ്ങളും റോഡുകളാണ് കിഫ്ബി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കിഫ്ബി കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറയേണ്ടി വരും. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തദ്ദേശ വകുപ്പിൽ എന്തൊക്കെയാണ് ഈ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്? അതുപോലെ മാലിന്യമുക്ത കേരളം അത് നടപ്പാക്കാനുള്ളത്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തദ്ദേശ വകുപ്പിൽ കിഫ്ബി വഴി നേരിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല. കാരണം തദ്ദേശ വകുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ, അവരാണ് ഭരിക്കുന്നത്. തദ്ദേശ വകുപ്പ് ഭരണത്തിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്നു, സഹായം നൽകുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. വകുപ്പ് നേരിട്ട് ഭരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനം, അതുകൊണ്ടാണ് സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. സ്മാർട്ട് ആക്കുന്നതിന് വേണ്ടിയുള്ള അതില് ധനസഹായം കിഫ്ബിയുടെ അല്ല. കാരണം ധനസഹായത്തിൻ്റെ മറ്റ് സ്രോതസ്സുകൾ ആണ് നമ്മൾ ആലോചിച്ചത്. കിഫ്ബി പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനമാണ്. റോഡ്, പാലം, സ്കൂള്, ആസ്പത്രി, കെട്ടിടം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ താലൂക്ക് ആസ്പത്രികൾ ഒക്കെ വലിയ കെട്ടിട സൗകര്യങ്ങൾ പോകുന്നില്ലേ, കിഫ്ബിയാണ് അതിന് കാരണമായത്. തദ്ദേശ വകുപ്പിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ പ്രധാനമായിട്ടും ഈ കാലയളവിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ, ഒന്ന് ഡിജിറ്റൽ ഗവേണൻസ് സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായും വിജയിച്ചു. അതുപോലെ എൻ്റെ മണ്ഡലത്തിലെ കിഫ്ബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ റെയിൽവേ മേൽപ്പാലമാണ്. സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം 45 വർഷത്തെ അവിടുത്തെ ആളുകളുടെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ മുഴുവൻ വന്ന് വളഞ്ഞ് എന്നോട് ചോദിച്ചത് ഇത് ശരിയാക്കി തരുമോ എന്നാണ്. ശരിയാക്കി തരുന്നവർക്ക് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് കിഫ്ബി ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. കാരണം 30 കോടി രൂപയാണ് സർക്കാർ കിഫ്ബിയിൽ നിന്ന് ആ പാലത്തിനായിട്ട് അനുവദിച്ചത്. 30,62 ലക്ഷം രൂപ. അതിൻ്റെ ഏറ്റവും വലിയ ചെലവ് വരുന്ന കാര്യം ഭൂമി ഏറ്റെടുക്കലാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. മുഴുവൻ ഭൂവുടമകൾക്കും പണം കൈമാറിക്കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. ഒരു അലോസരം പോലും ഇല്ലാതെ നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ 128 കോടിയുടെ മറ്റൊരു റോഡ് കുമ്പിടിയിൽ നിന്ന് വരണ്ടുകുറ്റിക്കടവ് വരെ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ, ഇപ്പോൾ പട്ടാമ്പി പാലം ഉണ്ടല്ലോ, അതുവരെയുള്ള ഒരു റോഡ് കിഫ്ബിയിൽ 128 കോടിയാണ്. അതത്ര അനുവദിച്ചത് റോഡ് 13 മീറ്ററിൽ വീതി കൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വശങ്ങളിലും സ്ഥലം ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കാനാണ് വലിയൊരു തുക വരുന്നത്. അപ്പോൾ ഒരു തനി ഗ്രാമീണമായ റോഡായിരുന്നത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡായിട്ട് മാറാൻ പോവുകയാണ്. വീതി കൂട്ടി മികച്ച നിലവാരത്തിൽ. കിഫ്ബി ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും റോഡ് കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ നമുക്ക് ആലോചിക്കാനേ പറ്റുന്ന കാര്യമല്ല. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കൂറ്റനാട് ജംഗ്ഷൻ. ആ കൂറ്റനാട് ജംഗ്ഷൻ നവീകരണം നമുക്ക് സാധ്യമായത് അത് കാരണം ഒരു കുടിസായിട്ട് ഇടുങ്ങിക്കിടന്ന എത്രയോ കാലം ഈ തൃത്താലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മുനിസിപ്പാലിറ്റി പോലും ഇല്ല, ഗ്രാമീണമായിട്ടുള്ള മേഖലയാണ്. എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അതിങ്ങനെ മുരടിച്ച് കിടന്ന ഒന്നാണ്. ആ ജംഗ്ഷൻ നവീകരണത്തിന് ആദ്യം കിഫ്ബിയിൽ നിന്ന് 13,29 ലക്ഷം രൂപ അനുവദിച്ചു. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലിനും മറ്റൊക്കെ ഏറ്റവും കൂടുതൽ തുക വേണ്ടി വരും എന്ന് കണ്ടപ്പോൾ വീണ്ടും ഒരു 13,00,00,000 രൂപ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് വന്നു. അപ്പോൾ
ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അത് കിഫ്ബിയിൽ നിന്നാണ്. പിന്നെ രണ്ടാമത്തെ വലിയ പദ്ധതി 30 കോടിയുടെ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം, അരനൂറ്റാണ്ടിന്റെ സ്വപ്നം, അത് കിഫ്ബിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ജംഗ്ഷൻ അത് നവീകരിക്കാനുള്ള ഫണ്ട് ആദ്യം അനുവദിച്ചതിൻ്റെ ഇരട്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു, അത് കിഫ്ബിയിൽ നിന്നാണ്. സ്കൂളുകൾ, 1 ഡസനുള്ള സ്കൂളുകൾ കിഫ്ബിയിൽ നിന്നാണ്. മണ്ഡലത്തിൻ്റെ വികസനം മൈനസ് കിഫ്ബി വളരെ കുറവായിരിക്കും. കിഫ്ബിയാണ് ഈ വൻ വികസനത്തിന് സാഹചര്യമൊരുക്കിയത്. അതാണ് മണ്ഡലത്തിലെ വികസനം. ഒപ്പം കിഫ്ബിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശ്രീ എം പി രാജേഷ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.